അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തേങ്ങാപ്പാലൊക്കെ വെച്ചിട്ട് നല്ലൊരു മലബാർ ഫിഷ് കറി ഉണ്ടാക്കി വെക്കാമല്ലോ. അപ്പോൾ വീഡിയോയിലേക്ക് പോയോ. അപ്പോൾ നമുക്കിവിടെ ഒരു പാന് ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് ജിഞ്ചറും ഗാർലിക്കും നമുക്ക് ആഡ് ചെയ്യാം, നമ്മൾ ഇഷ്ടാനുസരണം, അതായത് എത്ര ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നതനുസരിച്ചിട്ട്. പിന്നീട് നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കുറച്ച് പച്ചമുളകാണ്. പച്ചമുളക് ഒന്ന് വഴറ്റി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഫ്രഷ് കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് നന്നായി സോട്ട് ചെയ്യുക. പിന്നെ നമ്മളിതിലേക്ക് ഉള്ളി ചേർക്കുന്നില്ല, നമ്മൾ തക്കാളിയാണ് ഇടുന്നത്. നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് തക്കാളി ഇടുക. തക്കാളി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യുക. അത്യാവശ്യം നല്ല വഴറ്റണം, ഒന്ന് ഉടഞ്ഞു വരുന്ന രീതിക്ക് നന്നായിട്ട് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർക്കാം. നമ്മളിവിടെ മെയിനായിട്ട് ഇത് കറി ഒരു യെല്ലോ കളറായതുകൊണ്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് കൂടുതൽ ചേർക്കുന്നത്. പിന്നീട് നമ്മളിതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കുന്നത് ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം ഇതൊരു യെല്ലോയിഷ് കളറാണ്, അധികം എരിവിൻ്റെ ആവശ്യമില്ല. മലബാർ ഫിഷ് കറിയും ഓർത്താൽ നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഉണ്ടാക്കി അറിയാൻ കൊണ്ട്. പിന്നെ നമുക്കിത് ആവശ്യത്തിനുള്ള പുളി, കുടംപുളിയാണ് ഇവിടെ ചേർക്കുന്നത്. നമുക്ക് വാളംപുളി ചേർക്കാവുന്നതാണ്. പിന്നെ ഉപ്പിട്ട് 3-ാം പാൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയ ഫിഷ് ആഡ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ ഈ 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ശരിക്കും തേങ്ങയുടെ 3 പാൽ എടുക്കണം. നമ്മൾ 2-ാം പാൽ ഇതിലേക്ക് ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അടച്ച് വെച്ച് നമുക്ക് കുക്ക് ചെയ്യാം. കാരണം അധികം മീനായതുകൊണ്ട് പെട്ടെന്ന് വെന്തിട്ടു. അപ്പോൾ അത് നന്നായി കുക്കായതിന് ശേഷം നമ്മൾ 1-ാം പാൽ ഒഴിച്ചിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ നല്ല ചെറിയുള്ളിയും കറിവേപ്പിലയും നല്ല വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സൂപ്പറാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇതുപോലത്തെ ഈസി കുക്കിംഗ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ, എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.